ഫിസിക്സിന്റെ ഒരു ചോദ്യം നോക്കാം. ചിത്രം നിരീക്ഷിച്ചിട്ട് താഴെ പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. എ, ഗ്ലാസ്സിലെ 11 ഡിഗ്രി ആയാൽ അപവർത്തന കോൺ എത്ര? അപ്പോൾ ഗ്ലാസിന്റെ 11 എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ കോൺ അളവ് എന്ന് പറയുന്നത് 42 ഡിഗ്രി ആണ്. അപ്പോൾ അപവർത്തന കോൺ എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ ഒരു ക്രിട്ടിക്കൽ കോൺ എന്താണെന്നുള്ള ഡെഫിനേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ, പ്രകാശം സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ അപവർത്തന കോൺ 90 ഡിഗ്രി ആവുന്ന സന്ദർഭത്തിലെ കോണളവാണ് എന്ത്? ക്രിട്ടിക്കൽ കോണളവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ക്രിട്ടിക്കൽ കോൺ 42 ഡിഗ്രി ആകണമെങ്കിൽ ഉറപ്പായിട്ടും അപവർത്തന കോൺ എത്ര ആയിരിക്കണം? 90 ഡിഗ്രി ആയിട്ട് വരണം. ഇനി ഈ ചോദ്യം പതന കോൺ 43 ഡിഗ്രി എങ്കിൽ പ്രകാശപാത ചിത്രീകരിക്കുക. അപ്പോൾ പതന കോൺ 43 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ കോൺ 42 ആണ്, അതിൽ കൂടുതലാണ് 43 ഡിഗ്രി. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ക്രിട്ടിക്കൽ കോണളവിനേക്കാൾ കൂടിയ അളവിൽ പ്രകാശ രശ്മി, അതായത് പതനരശ്മി ഒന്ന് പതിച്ചാൽ അത് അപവർത്തനം സംഭവിക്കാതെ തന്നെ ആ മാധ്യമത്തിലേക്ക് തന്നെ തിരിച്ചു പോരുന്നുണ്ട്. അപ്പൊ അതാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പൊ ഇനി ഈ പ്രതിഭാസത്തിന് എന്താണ് പേര് പറയുന്നത് എന്നാണ് അടുത്ത ചോദ്യം. നിങ്ങൾ ചിത്രീകരിച്ച പ്രകാശ പ്രതിഭാസം ഏതാണ്? ആൻസർ പൂർണ്ണാന്തര പ്രതിപതനം. അപ്പോൾ പ്രകാശരശ്മിക്ക് അപവർത്തനം ഒന്നും സംഭവിക്കാതെ ആ പ്രകാശ മാധ്യമത്തിലേക്ക് തന്നെ തിരിച്ചു പോരുന്ന പ്രതിഭാസമാണ് എന്ത്? പൂർണ്ണാന്തര പ്രതിപതനം.